الحمد لله الذي نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وآله وصحبه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم وإياي أولا بنفسي بتقوى الله. وقد قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله أيضا: بسم الله الرحمن الرحيم. قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തെ എപ്രകാരം ചിട്ടപ്പെടുത്തി യഥാർത്ഥ തഖ്വയിൽ അധിഷ്ഠിതമായി മുത്തഖികളായി ജീവിക്കുവാൻ ജീവിതയാത്രയിൽ എപ്പോഴാണെന്നറിയാത്ത മരണത്തെക്കുറിച്ചുള്ള യാത്ര, അതിനെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും ഏറ്റവും കൂടുതലായി നിലനിർത്തി ഏതൊരു സന്ദർഭത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആ യാഥാർത്ഥ്യത്തിന് കീഴൊതുങ്ങി അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകുന്നത്, അതൊരു യഥാർത്ഥ മുസൽമാന്റെ മരണമാക്കി തീർക്കുവാനുള്ള പരിശ്രമം ഉണ്ടാകണം എന്നാദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ലോകത്ത് വിശ്വാസികളായിട്ടുള്ള മുസ്ലിം ഉമ്മത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നത് ഒരു നേരാണ്, അതൊരു സത്യമായ സംഗതിയുമാണ്. ലോക ജനത വിശ്വാസികൾക്കെതിരായി മുഴുവൻ പേരും നിന്നാലും അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാം വണ്ണം മുറുകെ പിടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തികഞ്ഞ പ്രതീക്ഷയാണുള്ളത്. അവരുടെ ഈമാനിലെ വർധനവും മാധുര്യവും കൂടുക മാത്രമാണ് ഉണ്ടാവുക എന്ന് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാനിത് പറഞ്ഞത്
അള്ളാഹുവിനെ അറിഞ്ഞ് മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുക എന്നത് അപ്രകാരമുള്ള ഒരു വിശ്വാസത്തെ നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിലനിർത്തുക എന്നത് മുസ്ലിങ്ങളായിട്ടുള്ള ഓരോ വിശ്വാസികളുടെയും ബാധ്യതയാണ്. അതിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കേണ്ടത് എന്നർത്ഥം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചിട്ടുണ്ട് അത്രേ, കൈഫ തഹ്ലികു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനെ എങ്ങനെയാണ് അതിന്റെ ശത്രുക്കൾക്ക് നശിപ്പിക്കാൻ കഴിയുക, അവർക്ക് ഹലാക്കിലാക്കി കളയാൻ കഴിയുക? കാരണം അന അവ്വലുഹ, ഞാനാണ് അതിന്റെ പ്രഥമ അമരക്കാരൻ. അതിലെ ഒന്നാമത്തെ ആള് ഞാനായിരിക്കെ, അഥവാ എന്നിലൂടെ പ്രബോധനം ആരംഭിച്ച് ഈ ദീനിന്റെ വിശ്വാസ അനുഷ്ഠാന ആചാര കർമ്മങ്ങളെ അതിന്റെ പ്രഥമ ദൗത്യവാഹകൻ ഞാനായിരിക്കെ എന്നിലൂടെ രൂപപ്പെട്ട ഒരു ഉമ്മത്തിനെ, എന്നിലൂടെ സംവിധാനിക്കപ്പെട്ട ഒരു ഉമ്മത്തിനെ എങ്ങനെയാണ് ശത്രുക്കളായിട്ടുള്ള ആളുകൾക്ക് നശിപ്പിക്കാൻ കഴിയുക? എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, തീർച്ചയായും ഈസ ഇബ്നു മറിയം, ഇനി ഈ ഉമ്മത്തിന്റെ ഈ ഉമ്മത്തിന്റെ അവസാനത്തെ അമരക്കാരനാകട്ടെ, അത് മറിയമിന്റെ പുത്രൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയിരിക്കുകയും ചെയ്യും. അപ്പോ അങ്ങനെയുള്ള ഒരു ഉമ്മത്ത് എങ്ങനെ നശിപ്പിക്കപ്പെടുമെന്ന്, എങ്ങനെ ഇല്ലാതാക്കപ്പെടുമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചോദ്യമാണ്. കഴിയില്ല എന്നർത്ഥം, സാധിക്കില്ല എന്നർത്ഥം. വിശ്വാസികൾ വിശ്വാസികളായി കൊണ്ട് വിശ്വാസത്തിന്റെ തലത്തെ അറിഞ്ഞംഗീകരിച്ച് അള്ളാഹുവിനെ മുറുകെ പിടിക്കേണ്ട പോലെ മുറുകെ പിടിച്ചാൽ, വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒന്നിലേറെ സ്ഥലങ്ങളിൽ അല്പസ്വല്പ വ്യത്യാസത്തോടു കൂടി ഖുർആൻ അത് പറയുന്നുണ്ട്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ, ഇസ്ലാമിന്റെ എതിരാളികളായിട്ടുള്ള ആളുകൾ, അവർ ആഗ്രഹിക്കുന്നത് ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അവരുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്തി കളയണം. അതിനെ തീർച്ചയായും അതിന്റെ പ്രകാശം കെട്ടുപോകണമെന്ന് വിചാരിച്ചുകൊണ്ട് ആഞ്ഞു ഊതിക്കൊണ്ടിരിക്കുന്നവരാണ് ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ, എതിരാളികളായിട്ടുള്ള ആളുകൾ. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, എന്നാൽ അല്ലാഹു തആല ഒരിക്കലും അതിന് സമ്മതിക്കുകയില്ല. ഒരിക്കലും അല്ലാഹു തആല അതിന് സമ്മതിക്കുകയില്ല, അനുവദിച്ചു കൊടുക്കില്ല. ഇത് അല്ലാഹുവിന്റെ പ്രകാശമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ എന്ന് 2-3 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞു വെച്ച ആയത്ത്, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ ഈ സമാധാനത്തിന്റെ, ശാന്തിയുടെ, സമർപ്പണത്തിന്റെ, ഇസ്ലാം ആകുന്ന ഈ ദൈവീകമായ സമർപ്പണത്തിലേക്ക് വിശ്വാസികളെ നിങ്ങൾ പൂർണ്ണമായും പ്രവേശിക്കുക. ആ പൂർണ്ണമായ പ്രവേശനത്തിന്റെ ഏറ്റവും പ്രഥമമായും പ്രധാനമായും വിശ്വാസത്തിന്റെ തലത്തെയാണ് ഇസ്ലാം ഉയർത്തി കാണിച്ചത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനത് സൂചിപ്പിച്ചു. ശത്രുക്കളാകുന്ന ആളുകൾ ഈ പ്രകാശത്തെ ഊതിക്കെടുത്താൽ അവർക്ക് സാധ്യമാകുന്ന ആവോളം അവർ ശ്രമിച്ചാലും ശരി, അള്ളാഹു അതിനെ വിസമ്മതം പ്രകടിപ്പിക്കുന്നവനാണ്, അനുവദിച്ചു കൊടുക്കാത്തവനാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, അവന്റെ പ്രകാശം അത് പൂർത്തീകരിച്ചിട്ടല്ലാതെ, അതിന്റെ ആരംഭക്കാരനാകുന്ന അമരക്കാരൻ ഞാനാണ്. പ്രവാചക തിരുമേനി പറയുന്നത്,
എന്നിലൂടെ ഈ പ്രകാശം ഈ ഭൂമിയുടെ എത്രയോ പ്രതലങ്ങളിലേക്ക്, എത്രയോ ഉപഭൂഖണ്ഡങ്ങളിലേക്ക്, അല്ലെങ്കിൽ എത്രയോ വൻകരകളെ കടന്ന് ഈ പ്രകാശം അത് ലോകത്തേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ആ പ്രകാശത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വീകരിച്ച എത്രയോ പൂർവസൂരികളായിട്ടുള്ള ആളുകൾ കടന്നു പോയിരിക്കുന്നു. ഇനിയും ആ പ്രകാശത്തെ സ്വീകരിക്കാൻ മാത്രം എത്രയോ തലമുറകൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ തീർച്ചയായും ആ പ്രകാശത്തിന്റെ, കെടാത്ത പ്രകാശത്തിന്റെ ആ പൂർത്തീകരണം അല്ലാഹു തആല പൂർത്തീകരിച്ചിട്ടല്ലാതെ ഒരിക്കലും അതിനെ കെടുത്തി കളയാൻ ശ്രമിക്കുന്നവർക്ക് സാധിക്കുകയില്ല, അല്ലെങ്കിൽ അവർക്ക് അതിന് കഴിയുകയില്ല. അള്ളാഹുവിന്റെ വിസമ്മതം അത് അല്ലാഹു തആല രേഖപ്പെടുത്തുകയാണ്. വലൗ കരിഹൽ കാഫിറൂൻ, വിശുദ്ധ ഖുർആനിലെ 9-ാമത്തെ അധ്യായം അതിന്റെ 32-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞതാണ്, സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ, കുഫ്രിയത്തിന്റെ ഭാഗം സ്വീകരിക്കുന്നവർ. കുഫ്രിയത്തിന് ഒരുപാട് വിശാലമായ അർത്ഥതലങ്ങളുണ്ട് കേട്ടോ ഇസ്ലാമിൽ. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഷഹാദയുടെ കലിമ ചൊല്ലാതെ, സത്യസാക്ഷ്യ വചനം ചൊല്ലാതെ പുറത്തു നിൽക്കുന്നവർ മാത്രമല്ല. നേരെ മറിച്ച് സത്യസാക്ഷ്യ വചനം ചൊല്ലി ഈ ദീനിലേക്കായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നവരിലും ആ സത്യത്തോടുള്ള കൂറും പ്രതിബദ്ധതയും പുലർത്താതെ, നിലനിർത്താതെ മുന്നോട്ട് പോകുന്നവരെയും നിഷേധികളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നുണ്ട്. അവിടെയാണ് മൻ തറക സ്വല വഖദ് ഗഫറ എന്ന് പറയുന്നത്. നമസ്കാരത്തെ ഉപേക്ഷിച്ചവരെ കുഫ്രിയത്തിലേക്ക് ചേർത്ത് പറയുന്നത്. നമസ്കാരമാണ് തീർച്ചയായും ഈമാനിന്റെയും കുഫറിന്റെയും ഇടയിലുള്ള ഫർക്ക് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നുകൂടി വ്യക്തമാക്കുന്നത്. ഞാൻ പറയുന്നത് അങ്ങനെ പലതും, നമസ്കാരത്തിൽ പറഞ്ഞതുപോലെ പലതും. ഇപ്പൊ കുഫ്രിയത്ത് എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു അർത്ഥത്തിൽ വലൗ കരിഹൽ കാഫിറൂൻ, വിശ്വസിക്കേണ്ട പുറപ്രകാരം വിശ്വസിക്കാത്ത, സത്യവിശ്വാസത്തെ പുൽകേണ്ട പുറപ്രകാരം അതിനെ മുറുകെ പിടിക്കാത്ത നിഷേധികളായിട്ടുള്ള ആളുകൾക്ക് ഇസ്ലാമിന്റെ പ്രകാശം അത് പരക്കുന്നത് എത്ര കണ്ട് അവർക്ക് അലോസരമായിരുന്നാലും ശരി, വെറുപ്പായിരുന്നാലും ശരി, അല്ലാഹു തആല അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്നത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ഒപ്പം അവന്റെ ഏറ്റവും വലിയ മുന്നറിയിപ്പ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ഖബർ, അവന്റെ അറിയിപ്പുമാണ്. ഞാൻ ഇത്രത്തോളം പറഞ്ഞത് നമ്മുടെ വിശ്വാസ തലങ്ങളെ നമ്മളെപ്പോഴും അള്ളാഹുവിന്റെ പ്രമാണങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കതിൽ ഒരു ദുൽമും കടന്നു വരുന്നില്ല എന്ന് ഉറപ്പാക്കാൻ സാധിക്കണം. പ്രിയപ്പെട്ടവർ, വളരെ കൃത്യമായി ആ വിഷയത്തിൽ നമുക്ക് ഒരു ദുൽമു വരുന്നില്ല. അതിനെന്ത് വേണം? അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുക, അവനിൽ ഭരമേൽപ്പിക്കേണ്ട രൂപത്തിൽ ഭരമേൽപ്പിക്കുക. പരാജയപ്പെടുത്താൻ ആരെല്ലാം എന്തെല്ലാം ശക്തികളും വ്യക്തികളും അതുപോലെയുള്ളതായ സംവിധാനങ്ങളും എന്തെല്ലാം ശ്രമിച്ചാലും ശരി, എത്ര വലിയൊരു പ്രഖ്യാപനമാണ് ഖുർആൻ നടത്തുന്നത്. അള്ളാഹുവിൽ ഏൽപ്പിക്കേണ്ട മുറപ്രകാരം ഏൽപ്പിക്കാനുള്ള വിശ്വാസത്രാണി, വിശ്വാസത്തിന്റെ തിണ്ണഫലം ആർക്കുണ്ടോ അവർക്ക് അള്ളാഹു മതിയായവനാണ്. അള്ളാഹു അവന് മതിയായവനാണ്. അവന്റെ എല്ലാം അവൻ ഏൽപ്പിക്കുന്നത്, അവന്റെ എല്ലാം അവൻ ഇറക്കി വെക്കുന്നത്, അവന്റെ എല്ലാം അവൻ ചേർത്ത് വെക്കുന്നത്, അവൻ എല്ലാറ്റിനെയും തീർച്ചയായും ബന്ധപ്പെടുത്തുന്നത് അള്ളാഹുമായിട്ടാണ്. അങ്ങനെ അള്ളാഹുവിലാണ് അവൻ ഏൽപ്പിക്കുന്നത്, അവൻ ഭരമേൽപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞു, 6ഓളം സ്ഥലങ്ങളിൽ ഖുർആൻ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിന്റെ പരീക്ഷണങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഖൈർ ശർർ മുസീബാത്തുകൾ എല്ലാം ആരിൽ നിന്ന്? ഇലല്ലാഹി തുർജഉൽ ഉമൂർ. 6ഓളം സ്ഥലങ്ങളിൽ ഖുർആന്റെ പ്രയോഗം അങ്ങനെയാണ്. അത് അല്ലാഹുവിലേക്കാണ് കാര്യങ്ങൾ മടക്കപ്പെടുന്നത്. കാര്യങ്ങൾ നമ്മൾ മടക്കേണ്ടത് അവിടേക്കാ. വിശ്വാസത്തെ നമ്മൾ സംശുദ്ധീകരിക്കുകയും വിശ്വാസത്തെ നമ്മൾ അള്ളാഹുമായി കൊണ്ട് നല്ല രൂപത്തിൽ ബന്ധിപ്പിക്കുകയും ചെയ്ത് ഈ സമൂഹത്തെ പഠിപ്പിച്ചതിന് ശേഷം പിന്നീട് ആ വിശ്വാസങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്കൊരു പക്ഷെ ഇഷ്ടം തോന്നുകയോ താല്പര്യം തോന്നുകയോ ചെയ്യുന്നവരുടെ നാവുകളിൽ നിന്ന് പോലും തീർച്ചയായും വന്നുകൊണ്ടിരിക്കുന്ന ചിലത്
വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കണമല്ലോ. നമുക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ആ വിശ്വാസത്തെ നമുക്ക് ചേർത്ത് പിടിക്കണമല്ലോ. ആ വിശ്വാസത്തിലേക്ക് ഒരു കലർപ്പും വരാതെ നിശ്ചയമായും നമുക്ക് ആ വിശ്വാസത്തെ സംരക്ഷിച്ചേ പറ്റൂ. കാരണം ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന ഏതൊരു അമലിന്റെയും സ്വീകാര്യത. നാളെ പാരത്രിക ലോകത്ത് അമലുകൾ തൂക്കുന്ന കണക്ക് നോട്ടത്തിന്റെ ദിവസമാകുന്ന യൗമുൽ ഹിസാബിൽ നമുക്ക് പ്രയോജനം ചെയ്യുക നമ്മുടെ വിശ്വാസത്തിൽ കലർപ്പില്ലെങ്കിൽ മാത്രമാണ്. 6 സ്ഥലങ്ങളിൽ ഖുർആൻ പറഞ്ഞു വഇലല്ലാഹി തുർജഉൽ ഉമൂർ. കാര്യങ്ങൾ അല്ലാഹുവിലേക്കാണ്. അത് എല്ലാം അങ്ങനെ നമുക്ക് ചേർക്കാൻ കഴിയണം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്ന് നമ്മൾ പറയുന്ന ഗൈബിയായ എല്ലാ കാര്യങ്ങളെയും അല്ലാഹുവിലേക്ക് ചേർക്കണം. അതിന് ഒരിക്കലും ഒരു വ്യക്തിയിലേക്കോ ഒരു ശക്തിയിലേക്കോ അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്കോ നമ്മൾ ചേർക്കരുത്. അടിസ്ഥാനപരമായി ഇസ്ലാം പഠിപ്പിക്കുന്ന സംഗതിയാണ്. നമുക്കുണ്ടാകുന്ന പരീക്ഷണങ്ങൾ, നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ, നാമുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ എല്ലാറ്റിനെയും അള്ളാഹുവിലേക്ക് ചേർത്തിട്ടാണ് പറയേണ്ടത്. 2 സ്ഥലത്ത് ഖുർആൻ തീർച്ചയായും ആ വിഷയത്തിൽ പറഞ്ഞത് വഇലല്ലാഹി ആഖിബത്തുൽ ഉമൂർ എന്നാണ്. കാര്യങ്ങളുടെ പര്യവസാനം അള്ളാഹുവിലേക്കാണ്. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞത് വഇലല്ലാഹി തസീറുൽ ഉമൂർ. കാര്യങ്ങളെല്ലാം അവസാനിക്കുന്നത്, അതിന്റെ എല്ലാം മടക്കമായി ചെല്ലുന്നത് അള്ളാഹുവിലേക്കാണ്. ഞാനിത് ഇങ്ങനെ പറയുന്നത് അള്ളാഹുവിലേക്കല്ലാതെ ചേർത്ത് പറയരുത്. നമ്മൾ രോഗങ്ങള്, അതുപോലെ തന്നെ ശാരീരികമായ അസ്വസ്ഥതകള്, മാനസികമായ വിഭ്രാന്തികള്, മാനസികവും രോഗമാണല്ലോ. ആ മാനസികമായിട്ടുണ്ടാകുന്ന വിഭ്രാന്തികൾ, അത് മാനസികമായ തലത്തിലുണ്ടാകുന്നതായ അസ്വസ്ഥതകൾ, പ്രയാസങ്ങൾ, അതിനാണല്ലോ നമ്മൾ സൈക്കോളജിസ്റ്റിനെയും സൈക്കാട്രിസ്റ്റിനെയും അതുപോലെ തന്നെ മാനസിക രോഗ വിദഗ്ധന്മാരെയും ഒക്കെ ആ തലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പഠിക്കാനും പഠിച്ചതിനനുസരിച്ച് അതിന്റെ ഹലാലായ മാർഗങ്ങളിലൂടെ ചികിത്സകളും ഒക്കെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ കാര്യങ്ങളെയെല്ലാം നമ്മൾ മടക്കേണ്ടത് അള്ളാഹുവിലേക്കാണ്. അതൊരിക്കലും അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് മടക്കുകയോ ആ സൃഷ്ടികൾ മുഖാന്തരമാണ് എന്ന് പറയുകയോ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 155-ാമത്തെയും 156-ാമത്തെയും ആയത്തുകളിലൂടെ നമ്മൾ പറയുന്നത് പരീക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടാവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് അല്ലാഹു തആല അവരുടെ പരീക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് വബശ്ശിരിസ് സ്വാബിരീൻ, ഞാൻ ആയത്ത് ഓതുന്നില്ല, അത് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെടുന്നതുകൊണ്ട് ക്ഷമിക്കുക, ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അല്ലദീന ഇദാ അസ്വാബത്തുഹുൽ മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താണ് നമ്മുടെ വിശ്വാസം? നമ്മുടെ വിശ്വാസം കൃത്യമായി പഠിപ്പിക്കണം. മുസീബത്തുകൾ ഉണ്ടാകും, രോഗങ്ങളാകാം, നമ്മുടെ ഇടപാടുകളിലുള്ള പ്രയാസങ്ങളാകാം, നമ്മുടെ മക്കളിലുള്ള പരീക്ഷണങ്ങളാകാം, നമ്മുടെ മാതാപിതാക്കൾക്കുള്ള മറ്റേതെങ്കിലും അസ്വസ്ഥതകൾ, അങ്ങനെ പലതും. അങ്ങനെ ജീവിതത്തിൽ കയറി ഇറങ്ങി വരുന്ന ഏതൊരു മുസീബത്തിനെയും നമ്മൾ എവിടേക്കാണ് തർജീഹ് ചെയ്യേണ്ടത്? എന്താണ് നമ്മുടെ നാവിൽ നിന്ന് വരേണ്ട വിശ്വാസത്തിന്റെ പ്രഖ്യാപനം? വഇലല്ലാഹി തുർജഉൽ ഉമൂർ. അതിന് വിപരീതമായി നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് ചേർത്താൽ, മലായിക്കത്തുകളിലേക്ക് ചേർക്കുക, ജിന്നുകളിലേക്ക് ചേർക്കുക, ശൈത്വാനിലേക്ക് ചേർക്കുക. ശൈത്വാനിന്റെ പണിയെടുക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്, അത് വസ്വാസിന്റെ പണിയാണ്. നമുക്കൊരു രോഗമുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അസ്വസ്ഥത, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വസ്വാസ് എന്ന് നമ്മൾ പറയുന്ന ദുർബോധനം, ആ ദുർബോധനത്തിലൂടെ പിശാച് നമ്മളെ ചഞ്ചലമാക്കാൻ, നമ്മുടെ ഈമാനിനെ ഇളക്കാൻ, നമ്മുടെ ഈമാനിനെ അസ്വസ്ഥപ്പെടുത്താൻ, അസ്വാരസ്യത്തിലേക്ക് എത്തിക്കാൻ, നമ്മുടെ ഈമാനിനെ ബലക്ഷയം ഉണ്ടാക്കാൻ, ഇതിനൊക്കെ അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അത് അവന്റെ പണിയാണ്, അത് വസ്വാസിലാണ്. പക്ഷേ എനിക്കുണ്ടായ ശാരീരികമായ ഒരു അസുഖം, എനിക്കുണ്ടായ ശാരീരികമായ ഒരു അസ്വസ്ഥത, എനിക്കുണ്ടാകുന്ന ശാരീരികമായ ഒരു പ്രയാസം, അതിൽ നിശ്ചയമായും അവനൊരു പങ്കുമില്ല. അല്ലാഹുവിന്റെ അമ്രുമായി, അവന്റെ ഖലാഉൽ ഖദറുമായി. അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ടവരെ തീർച്ചയായും നമ്മൾ പറയുന്നത് നമ്മൾ പറയാൻ വേണ്ടി ലികുല്ലി മിനല്ലാഹി തആല,
എല്ലാം അള്ളാഹുവിൽ നിന്നാണ്. ഞാൻ ഓതി വെച്ച ആയത്താണ് പ്രിയപ്പെട്ടവരെ. വളരെ കൃത്യമായി ഖുർആൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറയുകയാണ്. സൂറത്തു തൗബ 51-ാമത്തെ വചനം. കുൽ, പ്രവാചകരെ അങ്ങ് ഈ ലോകത്തോട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്താണ്? എന്താണ് അങ്ങ് പ്രഖ്യാപിക്കേണ്ടത്? അങ്ങയെ ഏതൊരു ദൗത്യവുമായിട്ടാണ് അങ്ങയെ പറഞ്ഞയച്ചത്? ആ ദൗത്യത്തിന്റെ ഏറ്റവും വലിയ വിശ്വാസ തലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രഖ്യാപനത്തെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രഖ്യാപിക്കാൻ പറയുകയാണ്. ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ. അള്ളാഹു ഞങ്ങൾക്ക് വിധിച്ചതല്ലാതെ ഞങ്ങളെ യാതൊന്നും ബാധിക്കുകയേയില്ല. ജീവിതത്തിന്റെ കയറ്റിയിറക്കങ്ങൾ, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, ജീവിതത്തിന്റെ പരീക്ഷണങ്ങൾ, ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ, ജീവിതത്തിന്റെ എല്ലാം ഹൈറാകട്ടെ ഷർറാകട്ടെ എല്ലാ കാര്യങ്ങളും ഇല്ലാ മാ കതബല്ലാഹു ലനാ. എത്ര വലിയ സമാധാനത്തിന്റെ, എത്ര വലിയ ആശ്വാസത്തിന്റെ, എത്ര വലിയ പ്രതീക്ഷയുടെ, എത്രയോ ഭയമുക്തമായ ഒരു മാനസികമായ എന്ന് പറഞ്ഞ ഹൃദയങ്ങൾ ശാന്തമാകുന്ന ഒരു ഏറ്റവും വലിയ ദൈവികമായ ഒരു സ്മരണ, ഒരു ഓർമ്മ അല്ലാഹു തആല ഈ പറഞ്ഞതിലൂടെ പറയുകയാണ്. അല്ലാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ, അല്ലാഹു ഞങ്ങളിൽ വിധിച്ചതല്ലാതെ, അള്ളാഹു ഞങ്ങളിൽ ഹിതപ്പെടുത്തിയതല്ലാതെ, അവന്റെ നിശ്ചയമല്ലാതെ വേറെ ഒന്നും, ഒരു ശക്തിക്കും വേറെ ഒന്നിനും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയില്ല. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസം. ഈ വിശ്വാസമാണ് നമ്മൾ പ്രഖ്യാപിക്കാൻ വേണ്ടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഖുർആൻ പറയുന്നത്. ഹുവ മൗലാന, അവൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ കാരണം എന്താണ്? അവൻ ഞങ്ങളുടെ യജമാനനാണ്, അവൻ യജമാനനാണ്. അതുകൊണ്ട് പറയുന്നക്കും അപ്പൊ നമുക്ക് പല പരീക്ഷകൾ ഉണ്ടാകും. അത് അള്ളാഹുവിന്റെ ഇടപെടലാണ്, അവന്റെ നിശ്ചയമാണ്, അവന്റെ ഹിതമാണ്, അവന്റെ തീരുമാനമാണ്. ഇല്ല മാഷാ അല്ലാഹ്, അത് അള്ളാഹുവിന്റെ മശീഅത്താണ്. വേറെ ഒരാള് നമ്മളെ ജീവിതത്തിൽ ഇടപെടാൻ തീരുമാനിച്ചാലും, അത് ജിന്ന് തീരുമാനിച്ചാലും നടക്കൂല, മലക്ക് തീരുമാനിച്ചാലും നടക്കൂല, മനുഷ്യന്മാർ തീരുമാനിച്ചാലും നടക്കൂല. അതുകൊണ്ടാണല്ലോ നമ്മൾ നമസ്കാരപ്പായ വിട്ടെഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് നമ്മൾ പറയുന്നത് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. എത്ര കൃത്യമാണ്! നീയാണ് നൽകുന്നത്, നീ നൽകിയതിനെ തടയാൻ ഈ ലോകത്ത് ഒരാൾക്കും കഴിയില്ല, നീ തടഞ്ഞതിനെ നൽകാൻ ഈ ലോകത്ത് ഒരാൾക്കും കഴിയില്ല. നിങ്ങൾ ആലോചിച്ചോക്കെ, എന്റെ കയ്യിൽ ഉള്ളത് പോലെ എനിക്ക് ഉപകാരം കിട്ടൂല നീ ഉപകാരപ്പെടുത്തി തന്നാലല്ലാതെ. എത്ര സ്വസ്ഥമായ സമാധാനപൂർണമായ ഒരു വിശ്വാസത്തെയാണ് ഇസ്ലാം നമ്മളിലേക്ക് ചേർത്ത് വെക്കുന്നത്. അല്ലാഹു ചോദിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. ഈ വിശ്വാസത്തിലേക്ക് എന്താ പൂർണ്ണമായി പ്രവേശിക്കാൻ കഴിയാത്ത വിധം മറ്റുള്ളവരെ നമ്മൾ കൂട്ടുപിടിക്കുന്നു. ഒരു നൂറ്റാണ്ട് കാലം നമുക്കറിയാം അങ്ങേയറ്റം അന്ധവിശ്വാസങ്ങളിലായിരുന്ന, അങ്ങേയറ്റം വിശ്വാസത്തിന്റെ വികലതകളിലായിരുന്ന ഒരു സമൂഹത്തെ കൈപിടിച്ച് നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് അവസാനം നമ്മൾ കൊണ്ടുപോയി കുടമുടക്കുന്നത് പോലെ വീണ്ടും നമ്മൾ സൃഷ്ടികളിലേക്ക് പോകുക. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ എനിക്കിത് പറയേണ്ടി വരുന്നത്. നമ്മുടെ വിശ്വാസം നമുക്ക് ശരിയായി നിലനിർത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ, നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഏകത്വം എന്ന് പറയുന്ന കാര്യം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ് എന്ന് ഖുർആൻ നമ്മളോട് പറയുന്ന ആ ഷഹാദയുടെ കലിമ, അതിനെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് ഒരു പക്ഷേ അതിന്റെ ആ വിശ്വാസത്തിന് നിരക്കാത്ത ദുൽമുകൾ കടന്നു വന്ന ഒരു വിശ്വാസത്തെ കൂട്ടിക്കലർത്തിയിട്ടാണ് നമ്മൾ പോകുന്നത് എങ്കിൽ ദുനിയാവിന്റെ നിർഭയത്വം നഷ്ടപ്പെടുന്നു. ആഖിറത്തിന്റെ അമലുകൾ തൂക്കുന്ന തുലാസുകളിലേക്ക് ആ അമലുകൾ ഒരിക്കലും ഭാരമില്ലാത്തതായി പോവുകയും ചെയ്യും. രണ്ട് അപകടങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ നമ്മൾ അള്ളാഹുവിന്റെ ദീനിലാണ്, അത് നമുക്ക് അങ്ങേയറ്റം ധൈര്യം നൽകുന്നതാണ്. അള്ളാഹുവിന്റെ ദീനിലാണ് നമ്മളുള്ളത്, അള്ളാഹു നമ്മളോടൊപ്പമുണ്ട്. മതിയായതാണ്. ആരെല്ലാം ഒരുമിച്ച് കൂടിയാലും, ആരെല്ലാം ഒന്നിച്ചു നിന്നാലും, ആരെല്ലാം എന്തെല്ലാം കോപ്പുകൾ ഒരു കൂട്ടിയാലും ശരി, ഞാൻ അള്ളാഹുവിനോടൊപ്പമാണ്.
ഞാൻ അള്ളാഹുവിന്റെ കൂടെയാണ്, അള്ളാഹു എന്നോടൊപ്പവും ഉണ്ട് എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിന്റെ ബലത്തിൽ സ്വസ്ഥമായി സമാധാനപരമായി അങ്ങേയറ്റം സന്തോഷകരമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് വിശ്വാസികൾ. ആ വിശ്വാസത്തിന് കോട്ടം സംഭവിക്കുന്ന ഒന്നും നമ്മളിൽ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ട് അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിച്ചു, വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഞങ്ങളിൽ വിധിച്ചതല്ലാതെ, ഞങ്ങളുടെ മേൽ രേഖപ്പെടുത്തിയതല്ലാതെ മറ്റൊന്നും ഞങ്ങളെ ബാധിക്കുകയേയില്ല. ബാധിച്ചിട്ടില്ല എന്നല്ല, പ്രത്യേകം നിങ്ങൾ പഠിക്കണം. ഞങ്ങളെ ഇതുവരെ ബാധിച്ചിട്ടുമില്ല, ഇനി ഞങ്ങൾ ഹയാത്തിലുള്ളിടത്തോളം കാലം ബാധിക്കാനുമില്ല. ഞങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന നാളിലും ഞങ്ങളെ പിടികൂടാനില്ല, അങ്ങനെ ബാധിക്കുകയേയില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും വരമേൽപ്പിക്കുന്നത്, വിശ്വാസികളാകുന്ന ആളുകൾ വരമേൽപ്പിക്കുന്നത് അള്ളാഹുവിലാണ്. അതുകൊണ്ട് വിശ്വാസികൾ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ വരമേൽപ്പിച്ചു കൊള്ളട്ടെ. പ്രിയപ്പെട്ടവരെ, ആ വരമേൽപ്പിക്കുന്നതിന്റെ ഭാഗമാണ് അള്ളാഹുവിലേക്ക് ചേർത്ത് നമ്മൾ പറയുന്നത്. മിനല്ലാഹി തആല വഇലല്ലാഹി തആല, അതാണ് പ്രയോഗം. മിനല്ലാഹി തആല, ആരിൽ നിന്ന്? അള്ളാഹുവിൽ നിന്ന്. അവന്റെ നിശ്ചയം, അവന്റെ നിശ്ചയം ആരിലേക്ക്? അള്ളാഹുവിലേക്ക്. അവൻ തീരുമാനിച്ചതിലേക്ക് ക്ഷമയോടെ, സഹനതയോടെ, പ്രാർത്ഥനയോടെ സാധ്യമാകുന്ന പ്രവർത്തനങ്ങളിലൂടെ ഹലാലായ, അതാണ് തദാവഉ ബിൽ ഹലാൽ, നിങ്ങൾ ചികിത്സിക്കുക ഹലാല് കൊണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഹലാലായതിനെ കൊണ്ടുള്ള ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹുവിന്റെ സഹായം വീണ്ടും വീണ്ടും ചോദിച്ച് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് വീണ്ടും അള്ളാഹുവിന്റെ സഹായം കൊണ്ട് മുക്തി നേടുന്ന ആ ഒരു വിശ്വാസ തലത്തെയാണ് പ്രിയപ്പെട്ടവരെ ഇനല്ലാഹി തആല ഇനല്ലാഹി തആല എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഈ വിശ്വാസ വിഷയത്തെ, വിശ്വാസ തലത്തെ മനസ്സിലാക്കി ശരിയായ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ എപ്പോഴും നമ്മൾ പരിശ്രമിക്കുക, എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക. ഒരിക്കലും ആ വിശ്വാസത്തിന് വികലമാകുന്ന ഒരു അവസ്ഥയിലേക്ക്, സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ വിശ്വാസ തലം പോകാതിരിക്കാനുള്ള അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലിന് നമ്മളിലും നമ്മുടെ സന്താന തലമുറകളിലും നാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ കുടുംബങ്ങൾക്കും ഒക്കെ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ അതിൻ്റെ ശരിയാം വണ്ണം, അതിൻ്റെ യാഥാർത്ഥ്യത്തോടു കൂടി, ഞാൻ പറയുന്നതിൽ എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അള്ളാഹുവിന്റെ ഖുർആനിനെ മുൻനിർത്തി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ശരിയായ അധ്യാപനങ്ങൾ മുൻനിർത്തി കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ള മഹാ സൗഭാഗ്യവും അതിനുള്ള മഹാ തൗഫീഖും അല്ലാഹു തആല നമുക്ക് എല്ലായ്പ്പോഴും എപ്പോഴും നിലനിർത്തി തന്ന് അവന്റെ സത്യദീനിന്റെ മാർഗത്തിലായിരിക്കാൻ അവൻ നമ്മെ എവരെയും സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل وسلم على نبينا محمد وعلى آله وصحبه وسلم. أما بعد, اتقوا الله عباد الله. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകളും അവൻ്റെ നിർദ്ദേശങ്ങളും ശരിയാം വണ്ണം പാലിച്ച് യഥാർത്ഥ മുത്തക്കികളായി ജീവിച്ച് യഥാർത്ഥ മുസൽമാന്മാരായി നാം ഓരോരുത്തരും നമ്മുടെ മരണത്തെ കണ്ടുമുട്ടാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്ന് സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഈമാൻ നമുക്കറിയാം, അത് നിർഭയത്വത്തിനുള്ളതാണ്. ഖുർആൻ അത് കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അല്ലദീന ആമനു, വിശ്വാസികളായ ഒരു കൂട്ടർ. ആരാണോ വിശ്വാസികൾ? യഥാർത്ഥ വിശ്വാസം, അള്ളാഹുവിനെ അറിയേണ്ട പോലെ അറിഞ്ഞ് അവനിൽ വിശ്വസിക്കേണ്ട മുറപ്രകാരം വിശ്വസിച്ച വിശ്വാസികളായ ഒരു കൂട്ടർ. വലം യൽബിസു ഈമാനഹും ബിളുൽം, അവർ അവരുടെ ഈമാനിൽ അവ്യക്തമായത് അല്ലെങ്കിൽ സത്യവും അസത്യവും പരസ്പരം കൂടിക്കലരുന്നത്, അതിനാണ് ഇൽത്തിബാസ് എന്ന് പറയാം. ആളുകളെ ഇങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ കഴിയാത്ത വിധത്തിൽ വ്യക്തമായതിനെയും അവ്യക്തമായതിനെയും പരസ്പരം കൂട്ടിക്കലർത്തി സംസാരിക്കുന്ന ആ സംസാര രീതി ഒരിക്കലും അത് സ്വീകരിക്കുകയില്ല. ബിളുൽമിൻ, അന്യായമായി കൊണ്ട്. അന്യായം എന്ന് പറഞ്ഞാൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അത് ശിർക്കാണ്.
ഇവിടെ ദുൽമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന ശിർക്കൽ ദുൽമുൻ അളീം എന്ന് പറഞ്ഞ മഹാപാപമാകുന്ന ശിർക്കിനെ കുറിച്ചാണ് ഞാനിത് പറയുന്നത്. വളരെ വളരെ ലളിതമാണ് ഇസ്ലാമിന്റെ വിശ്വാസം, വളരെ ദൃഢമാണ് ഇസ്ലാമിന്റെ വിശ്വാസം, വളരെ തെളിഞ്ഞതാണ്. അതിലിങ്ങനെ ഇൽത്തിബാസ് ഉണ്ടാക്കേണ്ടതില്ല. സ്പഷ്ടമല്ലാതെ പോകുന്ന, അസ്പഷ്ടമാകുന്ന ഒരവസ്ഥയിൽ, അവ്യക്തമായി പോകുന്ന ഒരവസ്ഥയിൽ ജിന്നിനെയും സിഹറിനെയും മലക്കിനെയും ശൈത്വാനിനെയും ഇങ്ങനെയൊക്കത്തിനെയും കൂടി കൊണ്ടുവന്ന് ഇങ്ങനെ കൂട്ടിക്കുഴച്ചിട്ട് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകണ്ട. അങ്ങനെ പോകുന്നത് ദുൽമാണ്. ഓരോന്നിനെയും അല്ലാഹു തആല വളരെ കൃത്യമായി, വളരെ വ്യക്തമായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അവന്റെ ഗ്രന്ഥത്തിൽ. എന്താണ് ജിന്ന്? ജിന്നുകളിൽപ്പെട്ട മനുഷ്യന്റെ ശത്രുവാകുന്ന ശൈത്വാൻ അല്ലെങ്കിൽ ഇബ്ലീസ് ആരാണ്? ഇതിലൊക്കെ ഉള്ള വിശ്വാസം നമുക്ക് നിലനിർത്തേണ്ട രൂപത്തിൽ വ്യക്തമാക്കി ഖുർആൻ പഠിപ്പിച്ചിരുന്നുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ ഒരു ഇൽത്തിബാസ് ഉണ്ടാക്കേണ്ടത്. അതാ ഖുർആൻ പറയും വലം യൽബിസു ഈമാനഹും ബിളുൽമ്. ശിർക്ക് കലർന്നു വരുന്ന രൂപത്തിലുള്ള അവരുടെ ഈമാനിൽ പിന്നീട് ഒരു അവ്യക്തത, ഒരു സ്പഷ്ടതയില്ലായ്മ കൂട്ടിക്കലർത്തരുത്. അത് കൂടിക്കലരാൻ പാടില്ല. ഉലൈക ലഹുമുൽ അംൻ. അങ്ങനെയുള്ള വിശ്വാസികൾ അവർക്കാണ് നിർഭയത്വമുള്ളത്. ഇസ്ലാമിന്റെ വിശ്വാസം നിർഭയത്വമാണ്. ഭയപ്പെടുത്താൻ എത്രയോ ആളുകൾ മക്കയിലുണ്ടായിരുന്നു. 13 വർഷക്കാലം അവരെ പേടിപ്പിക്കാനും ഭയപ്പെടുത്താനും അവരെ അങ്ങേയറ്റം അവരെ ആ വിശ്വാസത്തിൽ നിന്ന് വന്നവരാണ്. നമ്മളെപ്പോലെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവരല്ല. അവർക്ക് പണ്ട് ഇബ്രാഹിം നബി നാട്ടിൽ നിർത്തപ്പെട്ട മക്കയിലെ കഅബയിലെ ഇബ്രാഹിം നബിയുടെ വിഗ്രഹത്തെ അവർക്ക് പേടിയായിരുന്നു. പ്രശ്നം വെച്ച് നോക്കിയിട്ടല്ലാതെ അവർ യുദ്ധത്തിന് പോകൂല. പ്രശ്നം വെച്ച് നോക്കിയിട്ടല്ലാതെ അവർ യാത്രാ സംഘം പുറപ്പെടൂല. അങ്ങനത്തെ പേടിയുണ്ടായിരുന്ന അവരെ നിർഭയത്വത്തിലേക്ക് അല്ലാഹു തആല കൊണ്ടുപോയി. ഇൽത്തിബാസുകളില്ലാത്ത, അവ്യക്തതകളില്ലാത്ത, അസ്പഷ്ടതകളില്ലാത്ത, വളരെ സുവ്യക്തമായ, സ്പഷ്ടമായ ഒരു ദുൽമ് കൂടി കലരാത്തതായ ഒരു വിശ്വാസത്തിലേക്ക് അവരെ കൊണ്ടുപോയിട്ട് അവരാ നിർഭയത്വം അനുഭവിച്ചു. അവരോട് ആളുകൾ വന്നിട്ട് പേടിക്കണമെന്ന് പറഞ്ഞ സമയത്തൊക്കെ അവര് പറഞ്ഞത് ഈമാന എന്നാണ്. ഞങ്ങളുടെ ഈമാൻ വർദ്ധിക്കുകയാണ്, അള്ളാഹുവിലുള്ള ഞങ്ങളുടെ വിശ്വാസം അത് വർദ്ധിക്കുകയാണ് എന്ന് അവര് പറഞ്ഞതല്ലാതെ ഒരിക്കലും അവരെ പേടിപ്പെടുത്താൻ കഴിയില്ല. ഒന്നിനെ പറഞ്ഞും അവരെ പേടിപ്പിക്കാൻ കഴിയില്ല. അള്ളാഹുവിനെയും അവരുടെ പരലോകത്തെയും അല്ലാതെ അവരെ പേടിപ്പെടുത്തുന്ന മറ്റൊരു സംഗതിയും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഖുർആൻ ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വഹും മുഹ്തദൂൻ. അവരാണ് സന്മാർഗം പ്രാപിച്ചവർ. 6-ാമത്തെ അധ്യായം സൂറ അൻആമിലെ 82-ാമത്തെ വചനമാണ് ഞാനിത് പറഞ്ഞത്. ഇങ്ങനെ നിർഭയത്വം അനുഭവിക്കാനുള്ള ഒരു വിശ്വാസമാണ് എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നത്. ആ വിശ്വാസത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും ചെറുതും വലുതുമായ വാക്കുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മളിലേക്കൊക്കെ ഇങ്ങനെ ഓടി മിന്നി മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ കട്ടിംഗ് പ്രസംഗങ്ങളിലൊക്കെ ഒരു പക്ഷെ ചെറുതും വലുതുമായ രൂപത്തിൽ പലതും കടന്നു വരുമ്പോൾ ഒരിക്കലും നമ്മൾ നമ്മുടെ വിശ്വാസത്തിന് ഒരു കോട്ടം സംഭവിക്കുന്ന രൂപത്തിലുള്ള സംശയത്തിലേക്ക് പോകരുത്. ആരാണ് വിശ്വാസികൾ എന്ന് ചോദിച്ചാൽ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു എന്നാ ഖുർആൻ പറഞ്ഞത്. ഒരു സംശയവുമില്ലാതെ അല്ലാഹുവിനും റസൂലിനും വിശ്വസിച്ചവരാരാണോ അവര് മാത്രമാണ് വിശ്വാസികൾ. സൂറത്ത് ഹുജറാത്ത് 49-ാമത്തെ അധ്യായം 15-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞു സംശയം ഉണ്ടാകരുത്, സന്ദേഹം ഉണ്ടാകരുത്, യഖീനായിരിക്കണം, ഉറപ്പായിരിക്കണം. അങ്ങനെ അല്ലാഹുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് അല്ലാഹുമായിട്ടുള്ള ബന്ധം ഏറ്റവും നല്ല ബന്ധമായി നിലനിർത്തുമ്പോൾ ഈ ഉമ്മത്തിനെ നശിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഈ ഉമ്മത്തിന്റെ അമരക്കാരൻ അല്ലാഹുവിന്റെ ദൂതൻ, തിരുദൂതരാകുന്ന മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ ഉമ്മത്തിന്റെ അവസാനത്തിൽ ഇനി വരാനിരിക്കുന്നത് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് എന്നത് ഇസ്ലാമിന്റെ അഖീദയാണ്. പ്രവാചകന്റെ പ്രവചനമാണ്. പ്രവാചകന്റെ തിരുവചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അങ്ങനെ ആദ്യവും അവസാനവും അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും വിശിഷ്ടരായ 2 മനുഷ്യരെ കൊണ്ടാണ് അല്ലാഹു തആല ഈ ഉമ്മത്തിനെ അനുഗ്രഹിച്ചത് എങ്കിൽ അവര് 2 പേരും സ്വീകരിച്ചിരിക്കുന്ന, അവർ 2 പേരും ഉൾക്കൊണ്ടിരിക്കുന്ന ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം
ഈ ഉമ്മത്തിനെ പരാജയപ്പെടുത്താൻ ഒരാൾക്ക് കഴിയാത്ത വിധം അവർക്ക് ഔന്നത്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയും. ആ ഒരു വിശ്വാസം എനിക്കും നിങ്ങൾക്കുണ്ടാകണം. അവിശ്വാസത്തിൽ സന്ദേഹം ഉണ്ടാകരുത്, അവിശ്വാസത്തിൽ കൂടിക്കലർപ്പുണ്ടാകരുത്, അവിശ്വാസത്തിൽ ഉൽമു വരരുത്. അങ്ങനെ യഥാർത്ഥമായ വിശ്വാസികളായി മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ശരിയാവണ്ണം പഠിക്കാൻ, അന്വേഷിക്കാനും കൂടുതൽ ആഴത്തിൽ നമ്മുടെ വിശ്വാസത്തെ രൂഢമൂലമാക്കി യഥാർത്ഥമായി മുറുകെ പിടിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സന്താന തലമുറകളിലും അള്ളാഹു തആല അതിനുള്ള മഹാ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോടും പ്രത്യേകിച്ചൊരു വിരോധമോ പ്രത്യേകിച്ചൊരു താല്പര്യമോ നമ്മുടെ വിശ്വാസത്തെ കളഞ്ഞു കുടിക്കുന്നിടത്തോ, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ സ്വീകരിക്കുന്നിടത്തോ ആ ഒരു നടപടിക്രമം സ്വീകരിക്കാതെ അള്ളാഹുവിനോട് അവന്റെ റസൂലിനോട് രണ്ട് പ്രമാണങ്ങളോട് മാത്രമായി നമ്മുടെ മനസ്സിനെ നമ്മൾ ബന്ധിപ്പിച്ച് നിർത്തിക്കൊണ്ട് യഥാർത്ഥ വിശ്വാസത്തെ സ്വീകരിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. മനുഷ്യ സഹജമായി സംഭവിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ സന്താന തലമുറകൾ അള്ളാഹു തആല ഈ ദീനിലേക്ക് ചേർത്ത് നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അള്ളാഹു തആല പൂർണ്ണമായ മഅഫ്റത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബറടങ്ങൾ അള്ളാഹു തആല വിശാലമാക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക്, പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും അള്ളാഹു തആല എല്ലാവിധ മോചനത്തിന്റെയും കവാടങ്ങൾ തുറന്നു കൊടുക്കുമാറാകട്ടെ. ഇസ്ലാമിന് ശത്രുക്കളാകുന്ന ആളുകൾ അള്ളാഹു തആല ഛിന്ന ഭിന്നമാക്കുമാറാകട്ടെ. അവരുടെ എല്ലാവിധ ശക്തികളും അവരുടെ എല്ലാവിധ കുതന്ത്രങ്ങളെയും അള്ളാഹു തആല തകർത്ത് കളയുമാറാകട്ടെ. നിശ്ചയമായും അള്ളാഹുവിന്റെ ദീനിനോട്, ആ ദീനിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുക എന്ന വിശ്വാസികളോടുള്ള കൽപ്പനയോട് പൂർണ്ണമായും അത് സ്വീകരിക്കാനുള്ള സൗഭാഗ്യവും അതിനുള്ള സന്നദ്ധതയും അതിനുള്ള എല്ലാവിധ കരുത്തും പാകതയും എല്ലാം നൽകി അള്ളാഹു തആല നമ്മളെ എപ്പോഴും അനുഗ്രഹിക്കുകയും അവന്റെ ദീനിൽ നിന്നുകൊണ്ട് ഷഹാദയുടെ കലിമ ചൊല്ലി അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നതവക്കലു അലാ കുല്ലി ഹാലിനാ വഅലാ കുല്ലി ഉമൂരിനാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അലൈക തവക്കൽനാ വഇലൈക നുനീബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار. اللهم ادخلنا الجنة يا رب العالمين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم جنبنا عن الشرك والبدعة. اللهم جنبنا عن الشرك والبدعة. اللهم جنبنا عن الشرك والبدعة. اللهم اجعل آخر كلامنا كلام قول لا إله إلا الله. اللهم توفنا مسلمين وألحقنا بالصالحين واجعلنا من عبادك الصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك وبفضلك يا أرحم الراحمين. وصلى الله